A+2 സ്വാഗതം. ക്ഷേമ പെൻഷൻ വാങ്ങാൻ കാത്തിരിക്കുന്നവർക്കെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സർക്കാരിൻ്റെ ചില അറിയിപ്പുകൾ സന്തോഷം നൽകിയിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും ആ സന്തോഷം ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ നൽകും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള 2 ഗഡു ക്ഷാമബത്തകൾ ഏപ്രിൽ 14, അതായത് വിഷുവിന് മുമ്പായി തന്നെ നൽകുമെന്നുള്ളതാണ് സർക്കാരിൻ്റെ അറിയിപ്പ്. പക്ഷേ പല ആളുകളുടെയും ക്ഷേമ പെൻഷനുകൾ ഈ സമയത്തിനുള്ളിൽ കിട്ടും എന്ന് യാതൊരു ഉറപ്പും പറയാൻ കഴിയില്ല. കാരണം പല ആളുകളുടെയും ക്ഷേമ പെൻഷൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം നമ്മുടെ കൊടുത്ത അപേക്ഷയെ തുടർന്ന് സെക്രട്ടറി ഡിജിറ്റൽ ഒപ്പുവെക്കേണ്ടതായ ഒരു കാര്യം ടെക്നിക്കലായി ചെയ്യാനുണ്ട്. അത് നമ്മുടെ ആരുടെയും കുറ്റമല്ല. അതാത് ലോക്കൽ ബോഡി സെക്രട്ടറിമാർ, പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറി, കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ സെക്രട്ടറി, ഇവരുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ അവസാന അപ്രൂവൽ എന്നുള്ള നിലയിലേക്കാണ് അത് പരിഗണിക്കുക. പക്ഷേ പല ലോക്കൽ ബോഡിയിലെയും സെക്രട്ടറിമാർ ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇട്ടിട്ടില്ല. അതൊന്നും ഈ അപേക്ഷകരുടെ കുറ്റമല്ലല്ലോ. പക്ഷേ അത് ചെയ്യേണ്ട സെക്രട്ടറിമാർ ഇത് ചെയ്യാത്തത് കാരണം പല ആളുകളുടെയും ക്ഷേമ പെൻഷൻ തടഞ്ഞു വെക്കപ്പെട്ടിട്ടുണ്ട്. ഇത് പലവട്ടം സർക്കാർ തന്നെ സെക്രട്ടറിമാരെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുമുണ്ട്. സർക്കാർ തന്നെ ഈ സർക്കാരിൻ്റെ ജീവോപ്രകാരം തന്നെ ഗവൺമെൻറ് ഉത്തരവ് മുഖാന്തരം തന്നെ സെക്രട്ടറിമാരോട് നിങ്ങൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇട്ടില്ല എങ്കിൽ അത് വഴി ആർക്കെങ്കിലും ക്ഷേമ പെൻഷൻ കിട്ടാതെ വന്നാൽ നിങ്ങൾക്കാണ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും വഞ്ചി തിരുനക്കര തന്നെയാണ്. പലരും ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇടാൻ ബോധപൂർവം വീഴ്ച വരുത്തുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിരവധി പേരുടെ ക്ഷേമ പെൻഷനുകൾ കിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഒക്ടോബർ നവംബർ 2023 അല്ലേ, കഴിഞ്ഞ വർഷത്തെ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ ക്ഷേമ പെൻഷനാണ് ഏപ്രിൽ 14 മുമ്പ് കൊടുക്കും എന്ന് സർക്കാർ പറഞ്ഞതും അതനുസരിച്ച് ഈ ഫിനാൻഷ്യൽ സാങ്ഷൻ അതിന് കിട്ടിയിട്ടുമുണ്ട്. ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സാങ്ഷൻ കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ അതിൻ്റെ തുകകൾ പലപ്പോഴും ട്രഷറിയിൽ എത്തിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ചിലർക്ക് കിട്ടി, ചിലർക്ക് കിട്ടിയിട്ടില്ല. ഈ കിട്ടാത്ത ആളുകളോട് A+2 അറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം, നിങ്ങളുടെ സ്റ്റാറ്റസ് കൂടി നിങ്ങളൊന്ന് നോക്കണം. അങ്ങനെ ഒരു സ്റ്റാറ്റസ് നോക്കുന്ന ഏർപ്പാട് പലരും ചെയ്യാറില്ല. നമുക്ക് കിട്ടും, അവർക്ക് കിട്ടിയല്ലോ എനിക്കും കിട്ടും, എനിക്ക് കിട്ടിയതുകൊണ്ട് മറ്റവർക്കും കിട്ടും എന്ന ധാരണയിലാണ് പലരും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ സ്റ്റാറ്റസ് നിങ്ങൾ നോക്കണം. എവിടെയാണ് പിശക് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും വേണം. ഇല്ലെങ്കിൽ ഏപ്രിൽ 14 കിട്ടും, അതിനു മുമ്പ് കിട്ടും എന്ന് പറഞ്ഞ് നിങ്ങൾ കാത്തിരിക്കും. അത് കിട്ടാൻ സാധ്യതയില്ല. തുടർച്ചയായി എല്ലാ മാസവും നൽകേണ്ടതായ ഈ ക്ഷേമ പെൻഷൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 3, 4 ഗഡു, ഇപ്പോൾ നവംബർ കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ഈ മാർച്ചും കൂടി കഴിഞ്ഞാൽ 3 പിന്നും ബാക്കി കിടപ്പുണ്ട്. ഇതെല്ലാം കൂടെ 3 അല്ല 4 ബാക്കി കിടപ്പുണ്ട്. അങ്ങനെ ഓരോ മാസവും കുടിശ്ശിക കയറി വരികയാണ് ക്ഷേമ പെൻഷൻ. അതിൻ്റെ ഉദാസീനതയിൽ പരക്കെ ആക്ഷേപമുണ്ട്. പല ആളുകളും അതിനെതിരെ വിമർശിക്കുന്നുണ്ട്. അതിൽ രാഷ്ട്രീയമൊന്നും ആരും നോക്കാറൊന്നുമില്ല. പക്ഷേ രാഷ്ട്രീയം നോക്കുന്നവരും ഇല്ലാതില്ല. എന്തായാലും എല്ലാ മാസവും കൃത്യമായി ഈ പാവങ്ങൾക്ക് നൽകേണ്ട ക്ഷേമ പെൻഷൻ ഇപ്പോൾ ഈ പ്രഖ്യാപിച്ച തീയതിയിലും ആളുകളുടെ കയ്യിൽ കിട്ടുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് പറഞ്ഞ് ദയവായി കാത്തിരിക്കരുത്. നിങ്ങൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക തന്നെ വേണം. അങ്ങനെ ചെയ്ത് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ എവിടെയാണ് അതിൻ്റെ ഫോൾട്ട് എന്നതുകൂടി നിങ്ങൾ ലോക്കൽ ബോഡിയിൽ പോയി നേരിട്ട് വന്ന് അന്വേഷിക്കുന്നത് വളരെ നന്നായിരിക്കും. അവിടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇടാവുന്നതിന് വൈകി പോവുകയാണെങ്കിൽ അത് നമുക്ക് ചെയ്യിപ്പിക്കാം. ഇനി ചില ആളുകൾ മസ്റ്ററിങ് ഇതുവരെയും നടത്താത്ത ആളുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഉള്ളവർ മസ്റ്ററിങ് നടത്തണം. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യാതിരുന്നിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മൾ ചെയ്യണം, മസ്റ്ററിങ് നടത്തുക തന്നെ വേണം. അതുപോലെ ചില കേസുകളിലുള്ള റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട ആളുകളുടെ ക്ഷേമ പെൻഷൻ ഇപ്പോഴും ചിലർ വാങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അവർ ഈ സോഫ്റ്റ്വെയറിൽ നിന്നും അവരുടെ പേരുകൾ നീക്കം ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള പ്രോസസ്സ്, കാരണം ഇപ്പോൾ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ലോക്കൽ ബോഡിയിൽ മരണ ഹോസ്പിറ്റലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്താലും വീട്ടിൽ വെച്ചുള്ള മരണം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്താലും ലോക്കൽ ബോഡിയിലെ ഡെത്ത് രജിസ്ട്രാർ എന്ന് പറയുന്നത് ലോക്കൽ ബോഡി സെക്രട്ടറിയാണ്. ഡെത്ത് രജിസ്ട്രാർക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. അദ്ദേഹം സ്വാഭാവികമായും അതിൻ്റെ അടിസ്ഥാനത്തിൽ
ലിസ്റ്റിൽ നിന്ന് പുറത്താക്കാനുള്ള റിപ്പോർട്ട് നൽകുകയും ചെയ്യും. പക്ഷേ ഇതൊക്കെ പലപ്പോഴും പലയിടത്തും ശരിയായ രീതിയിൽ നടന്നു എന്ന് വരില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ലോക്കൽ ബോഡി സെക്രട്ടറിമാരുടെ തിരക്ക് തന്നെ എന്ന് പറയാതിരിക്കാൻ വഴിയില്ല. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള പല വീഴ്ചകളും ക്ഷേമ പെൻഷൻ അപേക്ഷകരുടെ പേരിലാകരുത് എന്നുള്ളതാണ് നമുക്കെല്ലാം പ്രാർത്ഥിക്കാനുള്ളത്. അങ്ങനെ വന്നാൽ ഈ മരുന്നും അതുപോലെ ഭക്ഷണവുമൊക്കെ ഈ തുക കൊണ്ട് വാങ്ങിക്കാമെന്ന് കാത്തിരിക്കുന്നവരുടെ കാര്യം വളരെ കഷ്ടത്തിലാവും. ഇപ്പോൾ വിഷു വരുന്നുണ്ട്, ബക്രീദ് വരുന്നുണ്ട്. ഇതെല്ലാം വന്നു കഴിയുമ്പോഴും ആളുകളുടെ കയ്യിലൊന്നും ഈ തുക എത്തിച്ചേരുമോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. നല്ല ശുഷ്കാന്തി ഉണ്ടെങ്കിൽ മാത്രമേ ഈ തുക നിങ്ങളെ കയ്യിൽ കിട്ടുകയുള്ളൂ. എന്തായാലും ഒരു കാര്യം പറഞ്ഞു നിർത്താം, നിങ്ങളുടെ പേര് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ, തടഞ്ഞു വെക്കപ്പെട്ടിട്ടുണ്ടോ, ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ കുഴപ്പം കൊണ്ടാണോ, അതോ ആധാർ നിങ്ങൾ ഈ ബയോമെട്രിക് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണോ, അതായത് മസ്റ്ററിംഗ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, അത് ചെയ്യാത്തത് കൊണ്ടാണോ, ഇത് നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തുകയും സ്റ്റാറ്റസ് ചെക്കുകയും ചെയ്യണം. ഇത്തരം വാർത്തകൾ എന്തെങ്കിലും പുതിയതായിട്ട് ലഭിക്കുന്നെങ്കിൽ തീർച്ചയായും അത് നിങ്ങളെ അറിയിക്കുന്നതുമാണ്. നന്ദി.